ഇന്ന് നമുക്ക് തെലുങ്കിൽ റിലീസായ ബഗാസുര റെസ്റ്റോറന്റ് എന്ന ഹൊറർ സസ്പെൻസ് ത്രില്ലർ സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഹൈദരാബാദിൽ വീടെടുത്ത് താമസിക്കുന്ന 5 ബാച്ചിലേഴ്സ്. ഇവർ പല ജോലികളും ചെയ്യുന്ന പല പ്രശ്നങ്ങളുമുള്ളവരായിരുന്നു. ഇവർ സ്വന്തമായി ഒരു റെസ്റ്റോറന്റ് തുടങ്ങുവാനായും തീരുമാനിച്ചു. പക്ഷേ അവരുടെ കയ്യിൽ കാശില്ല. അതിനു വേണ്ടിയിട്ട് കാശുണ്ടാക്കുവാനായിട്ട് അവരൊരു യൂട്യൂബ് ചാനൽ ആരംഭിക്കും. അവരുടെ കണ്ടന്റ് എന്തെന്നാൽ ഹോണ്ടഡ് ആയിട്ടുള്ള ബംഗ്ലാവുകൾ കണ്ടെത്തി അവിടെ പോയി വീഡിയോ എടുക്കുക. അതായിരുന്നു. അങ്ങനെ അവർ ആദ്യം കണ്ടെത്തിയത് ദുരൂഹത നിറഞ്ഞ ഒരു ബംഗ്ലാവായിരുന്നു. അവിടേക്ക് അവർ 5 പേരും പോകും. ആ ബംഗ്ലാവിൽ നിന്നും ഒരു മാന്ത്രിക പുസ്തകം അവർക്ക് കിട്ടുന്നു. ആ ബുക്ക് കിട്ടിയതോടുകൂടി അവരുടെ ലൈഫിൽ മാറ്റമുണ്ടാകുവാനായും തുടങ്ങി. അവരുണ്ടാക്കി വെക്കുന്ന ഫുഡെല്ലാം ആരോ എടുത്ത് കഴിക്കുന്നു. അടുക്കള മുഴുവൻ അലങ്കോലമാക്കിയിടുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അവർക്കറിയാനേ കഴിയുന്നില്ല. പക്ഷെ എന്തോ അമാനുഷിക ശക്തിയുടെ സാന്നിധ്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവരെ കൊണ്ട് ആ വീട്ടിൽ കുക്ക് ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു. ഹോട്ടലിൽ നിന്നും ഫുഡ് വാങ്ങിക്കൊണ്ട് വന്നാലും അതേതോ അമാനുഷിക ശക്തി വന്ന് കഴിക്കും. ഇതെല്ലാം ചെയ്യുന്ന അമാനുഷിക ശക്തി ആരാണ്? അതിന് പിന്നിലുള്ള പ്രശ്നം എന്താണ്? ഇതിൽ നിന്നും 5 പേരും എങ്ങനെ രക്ഷപ്പെട്ടു എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ കഠിനമായി തപസ് ചെയ്യുന്ന ഒരു സ്വാമിയെ കാണിക്കുന്നു. വർഷങ്ങളായി തപസ് ചെയ്തിരുന്ന സ്വാമി തപസ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ കൂടെ നിന്ന് തന്റെ ശിഷ്യന് എന്ത് വരം വേണമെന്ന് ചോദിച്ചു. തനിക്ക് മന്ത്രശക്തികൾ വേണമെന്നായിരുന്നു അവൻ പറഞ്ഞതും. എന്നാൽ സ്വാമി അവന് മന്ത്രശക്തികൾ അടങ്ങിയ ഒരു ബുക്ക് നൽകി. നീ ആഗ്രഹിക്കുന്ന എന്ത് നേടാൻ കഴിയുന്ന മന്ത്രങ്ങൾ ഇതിലുണ്ട്. പക്ഷേ ആവശ്യമില്ലാത്ത കാര്യത്തിന് അത്യാഗ്രഹം കാണിച്ച് ഉപയോഗിച്ചാൽ നിന്റെ സർവനാശമാണെന്നും ഗുരു പ്രത്യേകം പറഞ്ഞു. അതിനുശേഷം കാണിക്കുന്നതോ ആന്ധ്രയിലുള്ള കൊടും കാടിനുള്ളിലെ ഒരു ബംഗ്ലാവാണ്. ആ ബുക്കിലുള്ള മന്ത്രശക്തി ഉപയോഗിച്ച് അയാൾ ഇപ്പോൾ ഒരു വലിയ മന്ത്രവാദിയായിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തെ തന്റെ കൺട്രോളിൽ കൊണ്ടുവരുവാനുള്ള മന്ത്രവാദം നടത്തുന്നു. അന്ന് സ്വാമി പറഞ്ഞിരുന്നു, അളവിനധികം ആശപ്പെട്ടാൽ സർവനാശമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. അയാൾ അവിടെ വെച്ച് മരണപ്പെട്ടു. അതോടുകൂടി ആ ബംഗ്ലാവിനുള്ളിലായി ആ ഒരു മാന്ത്രിക പുസ്തകം. അതുകൊണ്ട് തന്നെ ആ ബംഗ്ലാവിലേക്ക് പോകുന്ന ആരും ജീവനോടെ വരില്ല എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നതും. ആ സീൻ അവിടെ കട്ടായി പിന്നീട് കാണിക്കുന്നത് ഹൈദരാബാദിലെ 5 ബാച്ചിലേഴ്സിനെയാണ്. ഇതിൽ IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന പരമേശ്വരനാണ് കഥാനായകൻ. പരമേശ്വരൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉള്ളതായതുകൊണ്ട് അവന്റെ കുടുംബം അവനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതും. പരമേശ്വരനെ ഓഫീസിലാണെങ്കിലോ ഒരു പെൺകുട്ടി ഓൺസൈഡായിട്ട് പ്രണയിക്കുന്നുണ്ട്. ഓഫീസിലെ ടാർഗറ്റ്, വഴക്ക് എല്ലാം കാരണം ജോലി കളഞ്ഞാലോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴോ വീട്ടിൽ നിന്ന് വിളിച്ച് മരുന്നിന് കാശ് അയക്കണം എന്നൊക്കെ പറയുന്നു. അതോടുകൂടി അവൻ വീണ്ടും കഷ്ടപ്പെട്ട് പിടിച്ചു നിൽക്കുകയാണ്. പരമേശ്വരന്റെ റൂമിലാണെങ്കിലോ 4 പേരും കൂടിയുണ്ട്. അച്ഛനും അമ്മയും ഇല്ലാത്ത അനാഥരായ 2 പയ്യന്മാർ, പിന്നെ ലവ് ഫെയിലിയർ ആയിട്ടുള്ള താടിയും വളർത്ത് നടക്കുന്ന ഒരുത്തൻ, പിന്നെ ഫിലിം ഡയറക്ടർ ആകണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരാൾ. എന്നും അവർ 5 പേരും രാത്രി ടെറസിൽ പോയിരുന്ന് മദ്യപിക്കുന്നത് പതിവായിരുന്നു. അപ്പോൾ പല കാര്യങ്ങളും സംസാരിക്കും. പരമേശ്വരനാണെങ്കിലോ തന്റെ ജോലിയിലെ പ്രഷറും ജീവിതത്തിന്റെ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞു കരയും. അത് കേട്ട് കൂട്ടത്തിൽ ഒരാളാണെങ്കിലോ നമുക്ക് ഒരുമിച്ച് ഒരു റെസ്റ്റോറന്റ് ആരംഭിച്ചാലോ എന്ന ഐഡിയ പറയുന്നു. എന്നാൽ അതിനായിട്ട് ഒരുപാട് കാശ് വേണമെന്നായപ്പോൾ ആ ഒരു ഐഡിയയും ക്യാൻസൽ ചെയ്യും. പക്ഷേ മറ്റൊരാൾ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ, ഇപ്പോൾ എല്ലാവരും അതിലല്ലേ എന്നും പറയുന്നു. അങ്ങനെ അവർ ചാനൽ ആരംഭിച്ചു. അവരുടെ പ്രധാന കണ്ടന്റ് ഹോണ്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി വീഡിയോ ചെയ്യുക എന്നതായിരുന്നു. ഏറ്റവും ഹോണ്ടഡ് ആയിട്ടുള്ള ബംഗ്ലാവ് ഏതെന്ന് സെർച്ച് ചെയ്തപ്പോൾ അടുത്ത ഗ്രാമത്തിലെ കാസിം ബലി എന്ന ബംഗ്ലാവിന്റെ ഡീറ്റെയിൽസ് വരുന്നു. അടുത്ത ദിവസം തന്നെ 5 പേരും കാടിനുള്ളിലെ ആ ബംഗ്ലാവിലേക്ക് എത്തും. ഡോറ് തുറന്ന് അകത്ത് കയറും. അവിടെ അവർക്ക് വല്ലാതെ നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുവാനായും തുടങ്ങി. എന്നാലും അവർ മൈൻഡ് ചെയ്യാതെ വീഡിയോ ഷൂട്ട് ചെയ്യുവാനായും ആരംഭിക്കുന്നു. അതേസമയം തന്നെ പരമേശ്വരന് അവിടെ നിന്നൊരു ബുക്ക് കിട്ടുന്നു. ആ ബുക്കാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച അതേ മന്ത്രബുക്ക്. വീഡിയോ ഷൂട്ടിംഗ് കഴിഞ്ഞ് ബുക്കുമായിട്ട് തിരികെ വീട്ടിലേക്ക് എത്തി. വീഡിയോ അപ്ലോഡ് ചെയ്തെങ്കിലും ഒരുപാട് പേര് ഫേക്ക് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിനാൽ അവർക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ബംഗ്ലാവിൽ നിന്ന് കിട്ടിയ ആ ഒരു ബുക്ക് കാണുന്നതും. ആ ബുക്ക് എടുത്തവർ വായിച്ചു നോക്കും. അതിലൊരുപാട് മന്ത്രങ്ങളായിരുന്നു. അതിലെ ആദ്യത്തെ മന്ത്രം, അടുത്ത ഗ്രാമത്തിൽ ഒരു പൂച്ചയുമായി പോകണം. പൂച്ചയെ ഒരു കാളയ്ക്ക് മുന്നിൽ നിർത്തണം. അതിനു മുന്നിൽ നിൽക്കുന്ന പൂച്ച കരയുകയാണെങ്കിൽ ഈ മന്ത്രം ചൊല്ലി നിങ്ങൾക്കൊരു വരം ചോദിക്കാമെന്നായിരുന്നു എഴുതിയിരുന്നത്. അത് കേട്ടതും അതുപോലെ തന്നെ അവർ പൂച്ചയുമായി അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നു. വിചാരിച്ചതുപോലെ തന്നെ ഒരു കാളയെ കാണുകയാണ്. പക്ഷേ കാളയെ കണ്ട പൂച്ച കരഞ്ഞതേയില്ല. ഇതെന്താ പൂച്ച കരയാത്തത് എന്നവർ ചിന്തിച്ചിരിക്കുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു. ആ ഒരു സ്വാമി അവരോടൊരു കാര്യം പറയുന്നു.
ഈ പൂച്ചയാണെങ്കിൽ അങ്ങനെയൊന്നും കരയില്ല. ഇത് സാധാരണ പൂച്ചയാണ്. നിങ്ങൾക്ക് വരം കിട്ടണമെങ്കിൽ നിങ്ങളുടെ കയ്യിലെ പുസ്തകത്തിലെ 2ാമത്തെ മന്ത്രം ചൊല്ലണം. അതിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ശ്മശാനത്തിലേക്ക് പോയി ഒരു ശവക്കല്ലറയ്ക്ക് മുകളിലിരുന്ന് കയ്യിൽ നാരങ്ങയും വെച്ച് ഈ മന്ത്രം ചൊല്ലിയാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും. നിങ്ങളുടെ ജീവിതമേ ചിലപ്പോൾ മാറി മറിയുമെന്നും സ്വാമി പറഞ്ഞു. അന്നേ ദിവസം രാത്രി തന്നെ സ്വാമി പറഞ്ഞതുപോലെ തന്നെ ശ്മശാനത്തിൽ ചെന്ന് കല്ലറയ്ക്ക് മുകളിലിരുന്ന് മന്ത്രം ചൊല്ലുവാനായി ആരംഭിക്കുന്നു. എന്നാൽ അടുത്ത ദിവസം രാവിലെ വരെയും കല്ലറയുടെ മുകളിലിരുന്ന് മന്ത്രം ചൊല്ലുന്നത് ഗ്രാമവാസികൾ കാണുകയും മന്ത്രവാദം ചെയ്യുന്നെന്ന പേരിൽ അവരെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയും ചെയ്യുന്നു. അവർ വിചാരിച്ചതൊന്നും നടന്നതുമില്ല. ആകെ നാണം കെട്ടും പോയി. എന്നാൽ അന്നേ ദിവസം രാത്രി ഇവർ കഴിക്കുവാനായി വെച്ചിരുന്ന ഫുഡ് മുഴുവൻ ആരോ എടുത്ത് കഴിച്ചിരിക്കുന്നു. അടുക്കള മുഴുവൻ അലങ്കോലമായി കിടക്കുകയാണ്. ആരാണത് ചെയ്തതെന്ന് അവർക്കറിയത്തുമില്ല. അടുത്ത ദിവസം രാത്രി ഒരു ടൈം ആയപ്പോൾ ക്ലോക്ക് സ്റ്റോപ്പ് ആവുകയും ഒരു അമാനുഷിക ശക്തി വന്ന് അടുക്കളയിൽ നിന്നും ഫുഡ് എടുത്ത് കഴിക്കുകയും ചെയ്യും. വീണ്ടും അടുക്കള അലങ്കോലമായി കിടക്കുന്നത് അവർ കാണും. ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ആരാണിതിന് പിന്നിലെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ഒരു CC ക്യാമറ സ്ഥാപിക്കും. ക്യാമറ അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ടൈമിൽ ക്ലോക്ക് സ്റ്റോപ്പ് ആകുന്നു. അവിടുത്തെ കബോർഡിൽ നിന്നും ഒരു നാരങ്ങ പുറത്തേക്ക് വന്ന് സിനിമാ ഡയറക്ടർ ആകാൻ ആഗ്രഹിച്ചു നടക്കുന്ന പയ്യനടുത്തേക്ക് പോകുന്നു. നാരങ്ങ ദേഹത്ത് തട്ടിയതും ആ പയ്യനാണെങ്കിലോ പ്രേതബാധ ഏറ്റതുപോലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി ഫുഡ് മുഴുവൻ എടുത്ത് കറിയും ഒഴിച്ച് ഇടത് കൈ കൊണ്ട് കുഴച്ച് കഴിക്കുന്നു. കുറച്ചു കഴിഞ്ഞതും നാരങ്ങ തിരികെ കബോർഡിലേക്ക് പോയതും ആ പയ്യൻ നോർമൽ ആയിരിക്കുന്നു. അതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കൂട്ടുകാരാണെങ്കിൽ ഞെട്ടിപ്പോവുകയാണ്. കൂട്ടുകാർ അവനടുത്തേക്ക് എത്തിയിട്ട് എല്ലാ ഫുഡും നീ എടുത്ത് കഴിച്ചുവല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും കഴിച്ചില്ലല്ലോ എന്ന് അവൻ പറയുന്നു. അവനൊന്നും ഓർമ്മയേയില്ല. ഇടത് കൈ മണത്തു നോക്കാൻ പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി അവൻ ഫുഡ് കഴിച്ചെന്ന്. പക്ഷെ എന്താണ് അവന് സംഭവിക്കുന്നതെന്ന് അറിയത്തേയില്ല. പക്ഷെ അവർക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഉടനെ ഹോട്ടലിൽ നിന്നും ഫുഡൊക്കെ വാങ്ങിക്കൊണ്ടുവരും. ഫുഡ് വന്നതും ഉടനെ തന്നെ ആ നാരങ്ങ കബോർഡിൽ നിന്നും പുറത്തേക്ക് വന്ന് 2 പയ്യന്മാരുണ്ടല്ലോ അതിലൊരാളുടെ അടുത്തേക്ക് പോയതും അവൻ ഉടനെ തന്നെ പ്രേതബാധ ഏറ്റതുപോലെ ആ ഫുഡെല്ലാം വലിച്ചു വാരി കഴിക്കുന്നു. അതും ഇടത് കൈവച്ച്. നാരങ്ങ തിരികെ കബോർഡിലേക്ക് പോയതും ആ പയ്യൻ നോർമലായി. പ്രശ്നം നാരങ്ങയാണെന്നും അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം നാരങ്ങ ദൂരേക്ക് കൊണ്ടുപോയി കളയുവാനായും തീരുമാനിച്ച് പരമേശ്വരനാണെങ്കിലോ നാരങ്ങയും എടുത്തു പോകും. നാരങ്ങ കളഞ്ഞിട്ട് വരുമെന്ന് കരുതി. പക്ഷേ അവന്റെ കൂടെ ആ നാരങ്ങയും ഉണ്ടായിരുന്നു. അതറിയാതെ അവൻ വീട്ടിലേക്ക് എത്തും. ഇതൊന്നും അറിയാതെ ഫുഡ് കഴിക്കുവാനായി എടുത്തു വെച്ചതും ആ നാരങ്ങ അവിടേക്ക് ഉരുണ്ടുവരുന്നു. അത് കണ്ട് കൂട്ടത്തിൽ ഒരാളാണെങ്കിലോ ഈ നാരങ്ങ കാരണമാണ് എല്ലാം എന്ന് പറഞ്ഞ് ദൂരേക്ക് വലിച്ചെറിയുന്നു. ആ നാരങ്ങ വന്നു വീണതോ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഡെഡ് ബോഡിയുടെ ദേഹത്തുമായിരുന്നു. നാരങ്ങ വന്നു വീണതും ഡെഡ് ബോഡിയാണെങ്കിൽ ജീവൻ വെച്ച് എഴുന്നേൽക്കും. അത് കണ്ട് എല്ലാവരും പേടിച്ചോടുകയാണ് ചെയ്തതും. എന്നിട്ട് ആ ഒരു ഡെഡ് ബോഡി നേരെ വരുന്നതോ പരമേശ്വരന്റെയും കൂട്ടരുടെയും വീട്ടിലേക്കായിരുന്നു. എന്നിട്ട് അവിടെ വെച്ചിരുന്ന ഫുഡെല്ലാം വാരി വലിച്ച് കഴിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം തിരികെ പോയി അതിൽ കിടക്കും. നാരങ്ങയാണ് ഇതിന് കാരണമെന്നും അവർക്ക് മനസ്സിലായി. നാരങ്ങ അവർക്ക് അടുത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ചുടുകാട്ടിലേക്ക് കൊണ്ടുപോയ നാരങ്ങയായതിനാൽ അതിൽ ആരുടെയെങ്കിലും ആത്മാവ് പ്രവേശിച്ചു എന്ന സംശയം അവർക്കുണ്ടായി. ഉടനെ തന്നെ അതിനെപ്പറ്റി അറിയാവുന്ന ആ ഒരു സ്വാമിക്ക് അടുത്തേക്ക് എത്തും. സ്വാമിയോട് കാര്യം പറയുമ്പോൾ സ്വാമിയാണെങ്കിൽ ഒരു കിഴി മണ്ണ് അവർക്ക് കൊടുക്കുന്നു. അത് ശ്മശാനത്തിലെ മണ്ണായിരുന്നു. ഈ മണ്ണിന് നടുവിൽ നാരങ്ങ വെക്കണമെന്നും പ്രത്യേകം പറയും. അന്ന് രാത്രി അതുപോലെ തന്നെ അവർ ചെയ്യുകയും ഫുഡ് എടുത്ത് വെക്കുകയും ചെയ്തു. അതോടെ നാരങ്ങ പുറത്തേക്ക് വരുവാനായിട്ട് ആവും വിധം ശ്രമിക്കും. പക്ഷേ നടക്കുന്നില്ല. ആ മണ്ണിന് എന്തോ ശക്തി ഉണ്ടായിരുന്നു. അതോടെ സന്തോഷത്തിൽ അവർ അന്നേ ദിവസം വയറ് നിറയെ ആഹാരം കഴിക്കുകയാണ്. അടുത്ത ദിവസം ഡയറക്ടർ പയ്യന്റെ മാമനാണെങ്കിലോ മാമന്റെ മകനെയും കൂട്ടി അവരെ കാണുവാനെയും എത്തുകയാണ്. കുറച്ചു ദിവസമായി ഇവൻ ആരോടും മിണ്ടുന്നില്ല. നാട്ടുകാരെല്ലാവരും ഇവനെ വല്ലാതെ കാണുകയാണ്. ഇവൻ എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെയാ പറയുന്നത്. കുറച്ചു ദിവസം ഇവനെ ഇവിടെ നിർത്തുമോ എന്ന് ചോദിക്കുന്നു. അവരതിന് സമ്മതിക്കുകയും ചെയ്യും. ആ പയ്യനെ അവിടെ നിർത്തിയിട്ടാണ് എല്ലാവരും ജോലിക്ക് പോകുന്നതും. എന്നാൽ ഈ പയ്യനാണെങ്കിലോ കബോർഡിലെ നാരങ്ങ കാണുകയും അതെടുത്ത് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കുകയും ചെയ്തു. എന്നിട്ടവൻ കിടന്നുറങ്ങും. വീട്ടിലെത്തിയ 5 പേരും നാരങ്ങ അവിടെ കാണുന്നില്ല. എവിടെ പോയി എന്ന് തിരക്കുമ്പോൾ അവൻ പിഴിഞ്ഞു കുടിച്ചെന്ന് പറയും. അതോടെ എല്ലാവർക്കും ടെൻഷനായി. കഴിക്കുവാനായി ഫുഡ് എടുത്തതും അതെല്ലാം എടുത്ത് ആ പയ്യൻ കഴിക്കുകയാണ്. ഇവന്റെ ദേഹത്ത് ആ ആത്മാവ് പോയെന്ന് അവർക്ക് മനസ്സിലായി. സ്വാമിയോട് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫുഡിനോട് ആർത്തിയുള്ള, ഫുഡ് കിട്ടാതെ മരിച്ച ആരുടെയോ ആത്മാവാണത്. അതുകൊണ്ട് ആ ഒരു ആത്മാവിന്റെ വിശപ്പ് മാറ്റുക അതേയുള്ളൂ ഒരു വഴിയെന്നും സ്വാമി പറഞ്ഞു. അങ്ങനെ അവർ ആത്മാവിന്റെ വിശപ്പ് മാറ്റുവാനായിട്ട് ആഹാരം വാങ്ങിക്കൊടുക്കും. അവസാനം അവർക്ക് മടുത്തു. കാശ് മുഴുവൻ തീർന്നു. ദേഷ്യം വന്ന 5 പേരും നീ ആരാ, നിനക്ക് എന്താ വേണ്ടത്, നീ എന്തിനാ ഞങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴാണ് ആ ആത്മാവ് താൻ ആരാണെന്ന് പറയുവാനായും ആരംഭിക്കുന്നത്.
1700 വർഷങ്ങൾക്ക് മുൻപ് ഈ സിറ്റി പണ്ടൊരു ഗ്രാമമായിരുന്നു. ആ ഗ്രാമത്തിൽ ബകാസുരൻ എന്നൊരാളുണ്ടായിരുന്നു. ബകാസുരന് ആഹാരത്തോട് വല്ലാത്ത ആർത്തിയാണ്. തീറ്റ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് വിജയിക്കും. ബകാസുരന്റെ വീട്ടിലാണെങ്കിലോ അവന്റെ മുത്തശ്ശി മാത്രമായിരുന്നു ഉണ്ടായിരുന്നതും. മുത്തശ്ശിയാണ് അവന് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതും. അവന്റെ ആർത്തി മുത്തശ്ശിക്ക് സഹിക്കാനാകാതെ ഇവന്റെ ഈ പ്രശ്നം പരിഹരിക്കണേ എന്ന് മുത്തശ്ശി ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്നാൽ ഒരു ദിവസം മുത്തശ്ശി അങ്ങ് മരണപ്പെട്ടു. അതോടെ ബകാസുരൻ ഒറ്റയ്ക്കായി. ആരും ആഹാരം കൊടുക്കാനില്ലാതെ വിശന്ന് വലഞ്ഞു നടന്നു. ഗ്രാമത്തിലുള്ളവർക്ക് മുന്നിൽ പോയി കൈ നീട്ടുമെങ്കിലും ആരും തന്നെ കൊടുക്കത്തേയില്ല. അവന്റെ വിശപ്പ് തീർക്കാൻ ആർക്കും തന്നെ കഴിയത്തില്ല, അത്രയ്ക്കും ആർത്തിയായിരുന്നു. ഒടുവിൽ ബകാസുരൻ മുത്തശ്ശിയെ അടക്കിയ സ്ഥലത്ത് വന്നിരുന്ന് കരയും. അതേ സമയമായിരുന്നു മരണപ്പെട്ട ആളിനെ സംസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ ഫുഡ് കൊണ്ടുവെക്കുന്നത് ബകാസുരൻ കാണുന്നതും. ഉടനെ തന്നെ അതെടുത്ത് കഴിച്ച് തന്റെ വിശപ്പ് മാറ്റും. അടുത്ത ദിവസം സെമീന്ദാർ മരണപ്പെട്ടു. സെമീന്ദാറിന്റെ കല്ലറയിൽ ആഹാരം വെച്ചിട്ട് പോകുന്നത് ബകാസുരൻ കാണും. ഉടനെ അതെടുത്ത് കഴിക്കുവാനായും ആരംഭിക്കുന്നു. എന്നാൽ സെമീന്ദാറിന്റെ മകനാണെങ്കിലോ അത് കണ്ടുകൊണ്ടുവരും. ഉടനെ ഒരു കല്ലെടുത്ത് ബകാസുരന്റെ തലയിലടിച്ച് അവനെ കൊലപ്പെടുത്തും. എന്നിട്ട് ആരും അറിയാതെ അവിടെ തന്നെ കുഴിച്ചു മൂടുകയും ചെയ്തു. അതേ കല്ലറയ്ക്ക് മുകളിലാണ് അന്ന് 5 പേരിൽ ഒരാൾ നാരങ്ങയും കയ്യിൽ വെച്ചിരുന്ന മന്ത്രം ചൊല്ലിയതും. അതോടെ ബകാസുരന്റെ ആത്മാവ് നാരങ്ങയിലേക്കും പ്രവേശിച്ചു. ആ നാരങ്ങയാണ് ഡയറക്ടറിന്റെ ബന്ധുവായ പയ്യനാണെങ്കിൽ നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചതും. അതോടെ അവന്റെ ദേഹത്താണ് ആത്മാവ് പ്രവേശിച്ചതും. ഇവരുടെ വീട്ടിനടുത്ത് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടേക്ക് ഫുഡ് വാങ്ങുവാനായി പോയ 2 ചെറിയ പയ്യന്മാരെ മുതലാളി ജോലിയില്ലെന്നൊക്കെ പറഞ്ഞ് അപമാനിച്ചു വിടുന്നു. അവന്മാർ കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് വന്നതും. ആ കാര്യം ബകാസുരൻ അറിയും. ഉടനെ തന്നെ 2 പേരെയും കൂട്ടി റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. നിങ്ങളെ വേദനിപ്പിച്ചവനിട്ട് ഞാനൊരു പണി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ബകാസുരൻ അവരെയും കൂട്ടി റെസ്റ്റോറന്റിലേക്ക് പോകുന്നത്. എന്നിട്ട് മുതലാളിയോട് ചോദിക്കും, നീ ഭയങ്കര വലിയവനാണെങ്കിൽ എന്റെ വിശപ്പ് നീ തീർക്കുവാനായും പറയും. അങ്ങനെ അന്ന് കട അടച്ചതിനാൽ ബകാസുരന്റെ പന്തയം അക്സെപ്റ്റ് ചെയ്ത ആ ഒരു ഉടമയാണെങ്കിലോ അടുത്ത ദിവസം വരുവാനായും ബകാസുരനോട് പറഞ്ഞു. നിന്റെ വിശപ്പ് ഞാൻ മാറ്റിത്തരാമെന്നും അയാൾ പറയുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ കടയിലേക്ക് എത്തി ബകാസുരന് അവർ ഫുഡ് വിളമ്പി. ബകാസുരൻ കഴിക്കുവാനായും ആരംഭിച്ചു. ഒടുവിൽ ആ കടയിലെ ഫുഡ് തന്നെ തികയാതായി. വിശപ്പ് തീർന്നില്ലെങ്കിൽ കട ക്ലോസ് ചെയ്യാമെന്നാണ് അന്ന് ആ ഓണർ പറഞ്ഞിരുന്നത്. ഉടനെ തന്നെ അയാൾ പറയുന്നത്, ഇവന് ഇവിടെയൊന്നുമല്ല ഇന്ത്യയിലെങ്ങും കൊണ്ടുപോകരുത്. ഇവൻ കാരണം അവിടെയെങ്ങും ഫുഡ് കാണാതാകും. എന്റെ കടയിന്താ ഞാനിപ്പോൾ ക്ലോസ് ചെയ്യാൻ പോവുകയാ. ഞാൻ എന്റെ നാട്ടിൽ പോയി ബിസിനസ് നടത്തും. പക്ഷെ ആ പരിസരത്തോട്ട് ഇവനെ കൊണ്ടുവരരുത് എന്ന് പ്രത്യേകം ഓണർ പറയുകയാണ്. അപ്പോൾ തന്നെ പരമേശ്വരന് ഒരു ഐഡിയ തോന്നും. അങ്ങനെ അവനെയും കൊണ്ട് ഫുഡ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുവാനായും പോകും. എല്ലാ കോമ്പറ്റീഷനിലും വിജയിച്ചു. ഇന്ത്യയിലുടനീളം മത്സരിച്ചു. ഒരുപാട് കാശും കിട്ടി. ഒടുവിൽ അവർ സ്വപ്നം കണ്ടതുപോലെ തന്നെ റെസ്റ്റോറന്റ് തുടങ്ങുവാനുള്ള കാശും അവർക്ക് സെറ്റായി. പക്ഷേ ബകാസുരന്റെ വിശപ്പ് അതവർക്കൊരു പ്രശ്നമായി മാറി. ഒടുവിൽ അവർ സ്വാമിക്കടുത്തേക്കെത്തി എന്ത് പരിഹാരമുണ്ടെന്ന് ചോദിക്കുമ്പോൾ ബകാസുരന് മരണാനന്തര ചടങ്ങുകളൊന്നും ചെയ്തിട്ടില്ല. അത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ മതി, ആത്മാവിന് ശാന്തി കിട്ടുമെന്നും സ്വാമി പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ബകാസുരന്റെ ആത്മാവ് കൂടിയ ആ പയ്യനെയും കൂട്ടി അവർ മരണാനന്തര ചടങ്ങ് നടത്തുവാനായും പോകും. 5 പേരും ചേർന്ന് നല്ല രീതിയിൽ മരണാനന്തര ചടങ്ങ് നടത്തി. ബകാസുരന്റെ ആത്മാവ് പോകും മുൻപ് 5 പേരോടായിട്ടൊരു കാര്യം പറയും. എന്റെ മുത്തശ്ശിക്ക് ശേഷം എനിക്ക് നല്ല രീതിക്ക് ആഹാരം തന്നത് നിങ്ങളാണ്. നിങ്ങൾ കാരണമാ എനിക്ക് ശാന്തി കിട്ടിയതും ഞാൻ എന്റെ മുത്തശ്ശിക്കടുത്തേക്ക് പോകാൻ പോകുന്നതും. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നടന്ന് നിങ്ങൾ നല്ല നിലയിലെത്തും. നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്നും ബകാസുരൻ പറയുമ്പോഴോ 5 പേരും ബകാസുരനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അങ്ങനെ ആ പയ്യന്റെ ദേഹത്തു നിന്നും ആത്മാവിന് മോക്ഷം കിട്ടി പോവുകയാണ്. അങ്ങനെ അവർ കിട്ടിയ കാശും കൊണ്ട് റെസ്റ്റോറന്റ് തുടങ്ങുവാനായും പോകുന്നു. പരമേശ്വരനാണെങ്കിലോ തനിക്ക് ഇഷ്ടമല്ലാത്ത ജോലി റിസൈൻ ചെയ്യും. ഓൺസൈഡായിട്ട് അവനെ പ്രണയിച്ച ആ ഒരു പെൺകുട്ടിക്ക് ഗ്രീൻ സിഗ്നലും അവൻ കൊടുക്കുകയാണ്. അങ്ങനെ അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ റെസ്റ്റോറന്റും ആരംഭിച്ചു. അതിന് ബകാസുരന്റെ പേരും നൽകി, ബകാസുര റെസ്റ്റോറന്റ്. അതിലൂടെ അവർ 5 പേരുടെയും ജീവിതത്തിൽ നല്ല മാറ്റമുണ്ടായി. അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ ലൈഫ് സെറ്റിൽ ആകുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.